പിണറായി വിജയൻ വാടക വീട്ടിലേക്ക് മാറിയിരിക്കുന്നു. എന്തൊരു കഷ്ടം. വിജയൻ എന്നുള്ളതിന് പകരം നമുക്ക് പരാജയം എന്നൊരു വാക്കുണ്ട്. ഓപ്പോസിറ്റ് എന്താ പറയും വിജയന് പകരം? പരാജിതൻ. അത് ശരിയാവില്ല, പരാജയൻ. അപ്പൊ അദ്ദേഹം വാടക വീട്ടിലേക്ക് മാറും മുമ്പ് പാർട്ടി അദ്ദേഹത്തിന് 2 ഫ്ലാറ്റാണ് കൊടുത്തത് AKG സെന്ററിൽ. അദ്ദേഹം അവിടെ നിന്ന് ഒരു വരവ് വന്നല്ലോ, കമലയുടെ കൈയും പിടിച്ച് മകളും മകനൊക്കെ ആയിട്ട് അവിടെ നിന്ന് റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ഒരു വരവ് വന്നു. ഫോർ ദ ലാസ്റ്റ് ടൈം കമ്മിങ് വിത്ത് എന്താ പറഞ്ഞ 10-40 കാറൊന്നും ഇല്ലാണ്ട് 2 കാറിൽ വന്നാലും ആരും കൊല്ലൂല തിന്നൂല എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി. സാധാരണ പ്രജ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാനും മുമ്പ് സാധാരണ 40 അകമ്പടി വാഹനങ്ങൾ, 2 ആംബുലൻസ്, ഫയർഫോഴ്സ്, തീയിട്ടാലും നമ്മൾ സിനിമയിലൊക്കെ കണ്ടു പോണ കാറ് തീ വന്ന് ഇതാകുന്ന പോലെ അങ്ങനെയൊക്കെയാണ് യാത്ര. അങ്ങനെയൊന്നും യാത്ര ചെയ്തില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല മനസ്സിലായി. ആ വരവൊന്ന് കാണാനായിട്ട് എൻ്റെ ഹൃദയം നുറുങ്ങിപ്പോയി, ഞാൻ നടുങ്ങിപ്പോയി. ഒന്നാമത് അദ്ദേഹത്തിന് പ്രായാധിക്യം കൊണ്ടും അസുഖങ്ങളൊക്കെ കൊണ്ടും ഇങ്ങനെ ഒന്ന് കുമ്പിട്ട് വളഞ്ഞ് ഒക്കെയാണ് നടന്നു വരുന്നത്. കമല ചേച്ചിയുടെ കൈയും പിടിച്ച് വന്ന് കാറിൽ കയറുന്നു. നേരെ തന്നെ ഇവിടെ വന്ന് ഇറങ്ങുന്നത് തിരുവനന്തപുരത്താണ്. ഒരു ആരവങ്ങളൊന്നും ഇല്ലാണ്ട്, ജനസമുദ്രങ്ങളില്ലാണ്ട്, സഖാവെ ക്യാപ്റ്റനെ കാരണഭൂതാന്നും പറഞ്ഞ് കൈകൊട്ടിക്കളി കളിക്കാൻ സ്ത്രീജനങ്ങളൊന്നും ഇല്ലാണ്ട് വന്നിറങ്ങി AKG സെൻറ്ററിലെ മീറ്റിങ്ങിൽ പോയി. അപ്പോൾ അദ്ദേഹത്തിന് 2 ക്വാർട്ടേഴ്സ്, 2 ഫ്ലാറ്റ് അനുവദിച്ചു. ഞാൻ എപ്പോഴും വിചാരിച്ചു എന്തിനാണ് ഭാര്യയ്ക്ക് ഒരെണ്ണം, മകനിക്കോ എന്താണ് ഭർത്താവിനൊന്നെന്നോ, അല്ലെങ്കിൽ ഭാര്യയ്ക്കും പിണറായിക്കും 1, വീണയ്ക്കും കുഞ്ഞിനും 1, അത് പിന്നെ മറ്റേ അദ്ദേഹത്തിൻ്റെയും കിട്ടുമല്ലോ, റിയാസിൻ്റെയും കിട്ടുമല്ലോ ഫ്ലാറ്റ്. എന്തായാലും ഇപ്പോഴത്തെ ഏറ്റവും വലിയ ന്യൂസ് എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വാടക വീട്ടിലേക്ക് മാറിയിരിക്കുന്നു. അതാണ് ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ്. വാടക വീട് കണ്ടിരുന്നോ? ഞാൻ കണ്ടു, ഒരു കൊട്ടാരം. എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് ഇത്ര ആസ്തി എന്ന് മനസ്സിലാവുന്നില്ല പ്രജിത. ഒരു കൊട്ടാരത്തിൽ താമസിക്കേണ്ട വ്യക്തിയാണോ സഖാക്കളുടെ കാരണഭൂതൻ? സഖാക്കളെ ഏറ്റവും പാവപ്പെട്ടവരായി നിലനിർത്തുന്ന കാരണഭൂതനാണ് ഇദ്ദേഹം എന്ന് നമുക്കിതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. സാധാരണ ഒരു വീട്ടിലേക്ക് ഇദ്ദേഹത്തിന് മാറാൻ പറ്റില്ലേ? ഇദ്ദേഹത്തിന് വേണ്ടി പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയതാന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം നേരത്തെ ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രി വസതിയിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു പശുക്കൾക്ക് വേണ്ടി ഒരു ഇതുണ്ടാക്കി അത് മോടി പിടിപ്പിക്കാൻ 30 ലക്ഷമോ 50 ലക്ഷമോ ഒക്കെ തുക ചെലവാക്കി. 5-6 ലക്ഷമാണ് നമ്മളുടെ ലൈഫ് പദ്ധതിയിൽ ജനങ്ങൾക്ക് വീട് കൊടുക്കുന്നത്. എത്രയോ പേർക്ക് വീട് കൊടുക്കാം. പശുത്തൊഴുത്തിന് ചെലവാക്കിയ കാശുണ്ടെങ്കിൽ 6 കുടുംബത്തിന് ഒരു മേൽക്കൂരയായി തലയ്ക്ക് മുകളിൽ. ഇങ്ങനെയാണ് ഒരു CPM-ന്റെ മുഖ്യമന്ത്രി പ്രവർത്തിക്കേണ്ടത്? അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് പ്രജിത ഈ ജനങ്ങൾ മുഴുവനും വലിച്ചു നിലത്തേക്ക് ഇടുക ചെയ്തത്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ വരെ. എനിക്ക് നേരിട്ട് അറിവുള്ള ഒരു കാര്യം ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഷെയർ ചെയ്യാണ്. തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിച്ചത് കരമന സുധീർ എന്ന് പറഞ്ഞ ഒരാളാണ് കമ്മ്യൂണിസ്റ്റിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. CP ജോൺ കോൺഗ്രസിന്റെ. അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് വിചാരിക്കുന്ന ഓരോ വീട്ടിലും കയറി ഇറങ്ങി പറഞ്ഞു, വി ഡോണ്ട് അപ്രൂവ് ഓഫ് ദിസ് മിസ്റ്റർ സുധീർ. കെട്ടിയിറക്കിയ ആളാണ്. അത് മറ്റേ മന്ത്രി രാജുവിന്റെ സ്ഥലമായിരുന്നല്ലോ. എന്താണ് അപ്പൊ അദ്ദേഹത്തിന് മാറ്റേണ്ട ഇങ്ങനെ. അത് കഴിഞ്ഞിട്ടാണ് അവസാനം വിരുദ്ധ തീരുമാനമെടുത്ത് കരമന സുധീറിന് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും CP ജോണിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. I have proof for that. എൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ വീട്ടിലും അവർ കയറി ചെന്ന് പറഞ്ഞു. അവർ ഇതായിട്ട് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളാണെന്നുള്ള ഒരു വിചാരത്തിൽ. അപ്പം ഞാൻ പറയുന്നത് പിണറായിയുടെ പല തീരുമാനങ്ങളും പല സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും നമ്മുടെ ഗോവിന്ദൻ്റെ സഹധർമ്മിണിയുടെ ഉൾപ്പെടെ തെറ്റായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയ പരാജയം വന്നത്. പരാജയ ഭാരം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. പക്ഷെ കുറ്റപ്പെടുത്തലുകൾ ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ പിണറായി. കുറ്റപ്പെടുത്തലും ഏറ്റെടുക്കാം. അതെന്തൊരു ഏറ്റെടുക്കലാണ്? അദ്ദേഹം പറഞ്ഞതാണ്. കുറ്റപ്പെടുത്തലുകൾ ഏറ്റെടുക്കാൻ ഒരു രക്ഷയില്ലല്ലോ. ട്രോളന്മാരുടെ ഉത്സവം നടക്കുകയാണ്, സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് ട്രോളന്മാരുടെ. അല്ല, ഇത്രയും അധികം ട്രോളുകൾ നമ്മൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞാലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ പറയുകയാണെങ്കിൽ ആ വീട് കണ്ടിട്ട് ശരിക്കും ഒരു സാധാരണ മനുഷ്യർക്കൊക്കെ ആണെങ്കിൽ പോലും അപമാനം തോന്നും. ഇങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് വേണ്ട, ഇനി ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവായിട്ടെന്ന് ജനങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ, ജനങ്ങളല്ല തീരുമാനിക്കേണ്ടത്, തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA-മാരാണെങ്കിൽ, കമ്മ്യൂണിസത്തിലും സോഷ്യലിസത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഭൂശ്വാസികളെ കൊല്ലാൻ വേണ്ടി പടവാളുമായി മുന്നിട്ട് നിന്ന വ്യക്തികളാണെങ്കിൽ, അവർ ഇത്രയും കൊട്ടാര സദൃശ്യമായ വീട് വാടകയ്ക്കെടുത്ത് മാറിയ ഒരാളെ അവരുടെ പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിക്കരുത്
എന്നാണ് എനിക്ക് അല്ല, പറയാനുള്ളത്. ഒരു CPM-ന്റെ നേതാവ് ഇപ്പൊ കാലഘട്ടം ഒരുപാട് മാറി. അവര് പഴയ പോലെ തന്നെ ഒരു കുടിലിൽ താമസിക്കണം അല്ലെങ്കിൽ സാധാരണ ഒരു വീട്ടിൽ താമസിക്കണം എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമുണ്ടോ? സാധാരണ വീട്ടിലല്ലേ ഇവിടുത്തെ മനുഷ്യര് താമസിക്കുന്നേ. എത്ര പേർക്ക് ഇങ്ങനത്തെ കൊട്ടാരം അഫോർഡ് ചെയ്യാൻ പറ്റും? ഇനി അങ്ങേരുടെ അടുത്ത് എക്സസ് മണി ഉണ്ടെന്ന് വിചാരിച്ചോളൂ, മോളുണ്ടാക്കുന്ന കറക്ക് കമ്പനി ബിസിനസിന്റെ കാശുണ്ടാവും വിചാരിച്ചോളൂ, മകൻ്റെ ഉണ്ടാവും വിചാരിച്ചോളൂ, അദ്ദേഹത്തിന് കിട്ടുന്ന ഇതുണ്ട്, തുകയുണ്ട്, 80,000 രൂപയ്ക്കാന്ന് പറഞ്ഞൊരു MLA-യുടെ ഇതും പിന്നെ കുറച്ച് അലവൻസ് ഒക്കെ ഉണ്ട്. ഉണ്ടെങ്കിൽ എക്സസ് പൈസ ഉണ്ടെങ്കിൽ അത് സാധാരണക്കാർക്ക് കൊടുക്കൂ. ഒരു മാസം ഇവരുടെ എല്ലാവരുടെയും കൂടി ചേർന്ന് 1,00,000 രൂപ സേവ് ചെയ്യുകയാണെങ്കിൽ 5 മാസം കൊണ്ട് ഒരാൾക്ക് വീട് വെച്ച് കൊടുത്തൂടെ? എന്തിന് കൊട്ടാര സദൃശ്യമായ വീട്? ഇതിപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ടാണല്ലോ ഈ ഇങ്ങനെ പറയുന്നത്. മറ്റേതെങ്കിലും നേതാവാണെങ്കിൽ അങ്ങനെ പറയുമോ? ഐ തിങ്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഏത് നേതാവാണെങ്കിലും നേതാവാകുന്നത് ജനങ്ങളുടെ സപ്പോർട്ട് കൂടിയാണ്. ജനങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാൾ, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിയാൻ പറ്റാത്ത ഒരാൾ നേതാവ് എന്ന പദപ്രയോഗത്തിന്, നേതാവ് എന്ന് അഭിസംബോധന ചെയ്യാൻ അർഹനല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരിക്കൽ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് നേതാവ്, ആ പിണറായി വന്ന സംസ്കാരത്തോടുകൂടെ കമ്മ്യൂണിസം മാറി. കമ്മ്യൂണിസം സാധാരണക്കാർക്ക് മാത്രം എന്നൊരു ചിന്തയായി. ഞങ്ങൾ നേതാക്കന്മാരൊക്കെ വലിയ നിലയിൽ സംസാരിക്കും, ഞങ്ങൾ കോടിക്കണക്കിന് രൂപ വില വരുന്ന വണ്ടികളിൽ ഞങ്ങൾ സഞ്ചരിക്കുകയുള്ളൂ, ഞങ്ങൾക്ക് AC മുറികൾ വേണം, ബാക്കി എല്ലാവരും ചുട്ട് പഴുത്ത് ജീവിച്ചോട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് ഭൂഷകളായി മാറി. ദാറ്റ്സ് ദ കറക്റ്റ് വേർഡ്. ഓരോ നേതാവും ഒരു ഭൂഷ്വ എന്താണ് എന്ന് അറിയാൻ തീരുമാനിച്ചു. ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ, നമ്മൾ ആ സാഹചര്യത്തിൽ നിന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ കൃത്യമായിട്ടെന്ന്. അപ്പം അതുകൊണ്ട് അവർ തീരുമാനിച്ചെന്നും പറയാം, ഞങ്ങളൊന്ന് ഭൂഷ്വയാകട്ടെ, എന്നിട്ട് ഭൂഷ്വാസിക്കെതിരെ എന്താണ് ഭൂഷ്വാസികൾ ജീവിച്ചതെന്ന് മനസ്സിലാക്കട്ടെ, എന്നിട്ട് നമുക്ക് യുദ്ധം ചെയ്യാമെന്ന്. ഞാൻ ഈ ഇടയ്ക്കൊന്ന് വായിക്കുമായിരുന്നു, നമ്മളുടെ EMS നമ്പൂതിരിപ്പാട്. നമ്മൾ എല്ലാവരും വളരെയധികം ബഹുമാനിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം പാളയത്തെ ഒരു കടയുടമയ്ക്ക് ഒരു എഴുത്ത് എഴുതി കൊടുത്തേച്ചു. ഈ കത്തുമായി വരുന്നത് എൻ്റെ മകൾ രാധയാണ്, ആ മകൾക്ക് ഉടുക്കാനായിട്ട് 2 വോയിൽ സാരി കൊടുത്തയക്കണം, ഫ്രീ ആയിട്ട് വേണ്ട, എൻ്റെ അലവൻസ് കിട്ടുമ്പോൾ ഞാൻ അത് തന്ന് തീർത്തോളാം, തരുന്നതായിരിക്കും, ഇതിനാൽ ഉറപ്പ് നൽകുന്നു. ആലോചിക്കാൻ പറ്റുമോ? സ്വന്തം മകളുടെ എക്സൽ സ്പ്രെഡ്ഷീറ്റിനും വേർഡ് സ്പ്രെഡ്ഷീറ്റിനും 8 ലക്ഷം രൂപ വീതം ഓരോരുത്തരിൽ നിന്നും മെയിൻ്റനൻസ് ചാർജ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആണ് ഇപ്പോൾ CPM-ലിരിക്കുന്നത്. ആ മുഖ്യമന്ത്രി കടന്നു വന്ന പാതകളിൽ ആദ്യം നടന്നു പോയ ആളുടെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. 2 വോയിൽ സാരി സ്വന്തം മകൾക്ക് ഉടുക്കാൻ വേണ്ടിയിട്ട്, അതും പറയുന്നു ഫ്രീ ആയിട്ട് വേണ്ട, എൻ്റെ അലവൻസ് കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു തന്നു. ഇത്തിരി ഇമോഷണലായി ഞാൻ, കാരണം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഇനി കണി കാണാൻ പറ്റില്ല അല്ലേ? കണി കാണും നേരം വിജയനെ കണി കണ്ട വിഷ്ണുവിൻ്റെ അമ്മയെ തല്ലിച്ചതച്ചതൊക്കെ നമുക്കറിയാലോ. വലിച്ചയച്ചുകൊണ്ടാണ് പോയത് വിഷ്ണുവിൻ്റെ അമ്മയെ. അപ്പോൾ പ്രജിത അങ്ങേരുടെ ഇപ്പൊ തന്നെ പോവുമായിരിക്കും, ഇപ്പൊ പറയുന്നു ഇദ്ദേഹം തന്നെ ആയിരിക്കും പ്രതിപക്ഷ നേതാവ്. കാരണം അതിന് കുറെ അലവൻസുകളും കാര്യങ്ങളും, അല്ലെങ്കിൽ കാരണഭൂതന്റെ തിരുവാതിരകളിയൊക്കെ നടത്താലോ, അല്ലെങ്കിൽ പിന്നെയും ധാരാളം ചോദ്യങ്ങൾ വരുമെന്നൊരു ഉറപ്പുണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ബാലഗോപാലായിരിക്കും, റിയാസ് മരിമോനിക്കയുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് കണ്ടോൺമെന്റ് ഹൗസിൽ കണ്ടോൺമെന്റ് ക്ലിഫ് ഹൗസ് ടു കണ്ടോൺമെന്റ് ഹൗസ്, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വേറൊരു കാര്യം നോക്കാനുള്ളത്, പിന്നെയും ചിലവാക്കും 19 ലക്ഷം രൂപ. സതീശൻ വീട് എത്രമാത്രം വൃത്തികേടായിട്ടാണ് വച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? ഒരു അത്രയും ബുദ്ധിമുട്ട്, ഒരു പെയിന്റ് ഒരു കോട്ടടിച്ചാ പോരെ. എന്തായാലും അദ്ദേഹം വിഷയം തന്റെ പൈക്കളയും കൊണ്ടാണ് പോകുന്നത്. പൈക്കളെ പട്ടിക്കുട്ടിയുണ്ട്, ആ പട്ടിക്കുട്ടിയൊക്കെ കൊണ്ടാണ് പോകുന്നത്. സ്വിമ്മിംഗ് പൂൾ ആരെയും കൈവിടുന്നില്ല. സ്വിമ്മിംഗ് പൂൾ അത് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അല്ല, അപ്പൊ ഇപ്പൊ പുതിയ നല്ല മിറ്റൊക്കെ ഉണ്ട് കേട്ടോ. അത് ഗോവിന്ദൻ സഖാവ് കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കുറെ സഖാക്കന്മാരുടെ ഒക്കെ കൈയും പിടിച്ചാണ് അദ്ദേഹം കയറി ചെന്നത്. ഇങ്ങനെ തന്നെ സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഇത്രയും സഖാക്കൾ കൂടിയുണ്ടെങ്കിൽ ആ വീടിന്റെ കഷ്ടകാലം നമുക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് കുറെ പാരഫെർണേലിയാസ് ഉണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞ പോലെ നായക്കുട്ടിയുണ്ട്, പട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല, നായക്കുട്ടിയുണ്ട്, ആടുമാടുകളുണ്ട്, പിന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ ആക്കാം, ഒരു ഫിഷിന്റെ അക്വാഫോണിക്സ് ഇത് വെക്കാം. പക്ഷെ അതൊന്നും അല്ല കാരണം. ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കും. 5 വർഷം കഴിഞ്ഞ് പിന്നെയും ഒരു ഇലക്ഷൻ വരുമ്പോൾ ഇത്രമാത്രം ധൂർത്തനായ ഒരു മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരാൾ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ജനങ്ങൾ ആലോചിക്കും. ഇതൊക്കെ ജനം കണ്ടോണ്ടിരിക്കുക. പണ്ടത്തെ പോലെ അല്ല. എത്രയോ തപ്പിട്ടാണ് എനിക്ക് EMSന്റെ ലെറ്ററിന്റെ ഡീറ്റെയിൽസ് കിട്ടിയത്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, എവറിത്തിങ് ഇസ് ഓൺ ദ മീഡിയ. നമ്മളൊന്നും ഇങ്ങനെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം കിട്ടില്ലേ. അപ്പൊ ഇത്രയും ധാർഷ്ട്യം വേണ്ടിയില്ലായിരുന്നു ആ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് മാറുന്ന ഒരു ചെറിയ വീട്.
ഭാര്യയും ഭർത്താവും മാത്രമേ പി എക്ക് കിടക്കുന്നത് ചെറിയൊരു 3 ബെഡ്റൂം 2 മോൾക്കും കൂടെ ചേർത്ത് 3 ബെഡ്റൂമിൻ്റെ ഒരു ചെറിയ വീട് മതിയായിരുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തേനെ. ഈ ധാർഷ്ട്യത്തിന് നേരെ നോക്കി ജനങ്ങൾ പറയുകയാണ്, വേണ്ട വേണ്ട സഖാവേ, താൻ സഖാവാൻ യോഗ്യനല്ല എന്ന് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.